കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമായി. ഇന്ന് ഉച്ചപൂജയും കളഭാലങ്കാരം ഒക്കെ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മേൽശാന്തി ആവണമെങ്കിൽ ഇന്നിപ്പോൾ മേൽശാന്തിയുടെ പദവി ഇന്നൊഴിയാണ്. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ 6 മാസ കാലാവധി കഴിഞ്ഞു. നാളെ പുതിയ മേൽശാന്തി വരും. അപ്പോൾ ഇന്നിപ്പോൾ ആ തൃപ്പുകയൊക്കെ കഴിഞ്ഞ് അത്താഴപൂജയും തൃപ്പുകയൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞു. പിന്നെ നാളെ മുതൽ ഒക്ടോബർ 1 മുതൽ 6 മാസക്കാലം പുതിയ മേൽശാന്തി. ഇനിയിപ്പോൾ ഈ പഴയ മേൽശാന്തിക്ക് വീണ്ടും മേൽശാന്തി ആവണമെങ്കിൽ 2 വർഷം കഴിയണം. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് തൊഴാം, കാര്യങ്ങളൊക്കെ ആവാം. ഇപ്പോൾ ഓദിക്കൻ കുടുംബമാണെങ്കിൽ ഇപ്പോൾ ശ്രീനാഥ് മേൽശാന്തി ചെയ്യുന്ന പോലെ അലങ്കാരത്തിനൊക്കെ വരാം. അത് അല്ലാത്തവർക്ക് അതിന് പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവാണെന്നിപ്പോൾ, അതായത് പൊന്നുണ്ണിക്കണ്ണനെ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ട്. അത് 4 തൃക്കൈകളോട് കൂടിയ മഹാപ്രഭുവായ നാരായണനായിട്ടാണ് ഇന്നിപ്പോൾ എന്തായാലും ഇറങ്ങുന്ന ദിവസം അദ്ദേഹം ചാർത്തിയിട്ടുള്ളത്. വളരെ കേമായിട്ട് അങ്ങോട്ട് ചാർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചാർത്തൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി അത്രയും വളരെ മഹത്തരമായിട്ടുള്ളൊരു ചാർത്താണ്. 4 തൃക്കൈകളുണ്ട്. തൃക്കൈകളുമിൽ ആ ശംഖ് ചക്രം സ്വർണത്തിൻ്റെയാണ്. ഗദ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം നല്ലൊരു താമരപ്പൂവ്, വിരിഞ്ഞ താമരപ്പൂവ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 4 തൃക്കൈകളിലും ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി നിൽക്കുകയാണ്. നല്ല പട്ട് ഞൊറിഞ്ഞെടുത്ത് താഴേക്ക് നിൽക്കുക. നല്ല ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും ആ വിഗ്രഹവും ചതുർബാഹുവായ മഹാപ്രഭുവാണ്. ഇന്ന് ചാർത്തിയതും ചതുർബാഹുവായ മഹാപ്രഭുവിനെ തന്നെയാണ്. അത് വളരെ രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. കാലിലതാ കാൽത്തളകൾ കാണുന്നുണ്ട്, കൈവളകളുണ്ട്. മാറിൽ നല്ല രത്നം പതിച്ച ഒരു മാല കാണാനുണ്ട്, മാങ്ങാമാലയുണ്ട്. പിന്നെ നല്ല തെച്ചി കൊണ്ടുള്ളൊരു മാല, തുളസിയുടെ ഒരു മാല, തെച്ചിയും തുളസിയും വെളുത്ത പൂവൊക്കെ പാടെയുള്ളൊരു വലിയ മാല. നല്ല നല്ല വലുപ്പത്തിലുള്ള ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. സ്വർണ്ണഗോപിയൊക്കെ ഇട്ടിട്ട് നല്ല ഒരു കിരീടമൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഗുരുവായൂരപ്പ സ്വരൂപമാണ് ഇന്ന് ആ ശ്രീകോവിലിൽ ചാർത്തിയിട്ടുള്ളത്. എല്ലാ ഭക്തർക്കും കണ്ട് ആ മനസ്സ് സന്തോഷിക്കാനുള്ള തരത്തിലാണ് ഇന്നത്തെ ചാർത്തൽ. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരൂ കേട്ടോ. ഗുരുവായൂരെത്തിയിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ കാണുക. ആ ഗോപുരം കടന്ന് ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ ഗുരുവായൂരപ്പൻ അങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. ആ പൊന്നുണ്ണിക്കണ്ണനെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ വളരെ അതിങ്ങനെ എന്താ വെച്ചാൽ ആ സ്വർണ്ണഗോപിയുടെയൊക്കെ തിളക്കം അങ്ങോട്ട് കാണുമ്പോൾ ആകെ ഒരു മഞ്ഞ കളറാണ് പറഞ്ഞാൽ തിളക്കം കൊണ്ടുള്ള ആണ്. സ്വർണത്തിൻ്റെ തിളക്കം കൊണ്ടേ ശ്രീലകം ആകെ തിളങ്ങി നിൽക്കുകയാണ് മഹാപ്രഭു നാരായണനായിട്ട്. എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം കിട്ടണ്ടേ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക കേട്ടോ. നല്ലവണ്ണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു സുരക്ഷ അത് നമുക്ക് ഗുരുവായൂരപ്പനിൽ നിന്ന് ധാരാളം കിട്ടും. എല്ലാം അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ആ ഒരു മഹാപ്രഭു വൈകുണ്ഠവാസൻ, ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലിങ്ങനെ കുടികൊള്ളിൽ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലത്തെ ആ ഒരു വാകച്ചാർത്ത് കണ്ട അത് അതിൻ്റേതായൊരു സുഖം. ഇപ്പോൾ ഉച്ചപൂജ തൊഴുമ്പോൾ ഇതിങ്ങനെ ഒരു നല്ല കാര്യമാണല്ലോ. ഉച്ചപൂജ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഭക്തന്മാർക്ക് എല്ലാവർക്കും ആ ഒരു
ഗുരുവായൂരപ്പനെ തൊഴുതൊരു പ്രതീതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ. സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ തൃപ്പടിയിൽ അങ്ങോട്ട് വയ്ക്കുക, അവിടെ സമർപ്പിക്കുക. കാരണം അത് കണ്ടാൽ തന്നെ മതി എന്ന് പറഞ്ഞില്ലേ, ഒരു നേരം കണ്ടാൽ തന്നെ ആ നമ്മളെ എല്ലാ ദുഃഖങ്ങളും മാറും. അതുപോലെ അവിടെ ചെന്നു നമ്മൾ ആ തൃപ്പാദത്തെങ്കിൽ ഇതെല്ലാം നമ്മളെല്ലാ വിഷമങ്ങളും അവിടെ സമർപ്പിക്കുക. എല്ലാവരുടെയും ശരീരത്തിനില്ലെങ്കിലും മനസ്സിൻ്റെ കൂടെ അങ്ങോട്ട് അവിടേക്ക് എത്തുക കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സ് ആ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നമ്മളെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മളെ നോക്കി അത് അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം നമുക്കെല്ലാവർക്കും കിട്ടും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ കൂടെ നമുക്കും ആ ശ്രീലകത്തെ കാഴ്ച കണ്ടിട്ട് മതിമറന്നിരിക്കാം. കാരണം ഗുരുവായൂരപ്പൻ നമ്മളെ എല്ലാവരെയും നോക്കി കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കും കുറച്ച് സമയം, കിട്ടുന്ന സമയം ആകെ 2 മിനിറ്റൊക്കെ വെച്ചാൽ 2 മിനിറ്റ് അദ്ദേഹത്തെ കണ്ട് ആ തിരക്കിനുള്ളിലൂടെയൊക്കെ, കാരണം നമ്മളെല്ലാവരും ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ കിട്ടാവുന്ന തരത്തിൽ നമ്മളത് മാക്സിമം നമുക്ക് ഉപയോഗിക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ കൂടിയേ മാത്രമേ അത്ര കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ചൊവ്വാഴ്ച തിരക്കില്ല എന്ന് പറഞ്ഞാൽ കാണാൻ വരുന്ന ആൾക്ക് ചിലപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അന്ന് നല്ല തിരക്കാവും. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവിടെ എത്തിയാൽ മുന്നിൽ നിന്ന് തട്ടിവിടും. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഒരു കടാക്ഷം പ്രത്യേകം വേണം. എന്നെങ്കിൽ തന്നെയാണ് ഗുരുവായൂരപ്പനെ മനസ്സ് നിറഞ്ഞ് കാണാൻ പറ്റൂ. നമ്മളെ മനസ്സ് നിറഞ്ഞ് കാണാനും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാനും അചഞ്ചലമായ ഭക്തി തന്നെ വേണം. അതില്ലാതെ ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന് ഭക്തരിൽ ദാസനാണ്. ഒരുപാട് പരീക്ഷിക്കും. എല്ലാ പരീക്ഷകൾക്കും അപ്പുറം അതായത് അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുണ്ടാവുന്ന ആ സമയം മുതൽ നമ്മൾ ഗുരുവായൂർ എത്തിയാൽ തന്നെ നമ്മളെ പാപങ്ങൾ പകുതി തീർന്നു എന്നാണ്. പിന്നെ ഒന്ന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ആ എല്ലാ പാപങ്ങളും തീർന്നു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ. ഇനി നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഹനുമാൻ സ്വാമി വിഘ്നേശ്വരനെ കാണുക. വിഘ്നേശ്വരനെ കണ്ടിട്ട് സരസ്വതി ദേവി കാണുക. അങ്ങനെ മേൽശാന്തിയുടെ അവിടെ മേൽശാന്തി പോവാൻ നിൽക്കുകയാണ്. മേൽശാന്തി പൂജയൊക്കെ കഴിഞ്ഞ്, ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ആനന്ദശായിയായ അനന്തപത്മനാഭനെയും കണ്ട് ഹനുമാൻ സ്വാമിയും കണ്ട് ആ ഓവിനപ്പുറത്ത് കൂടെ ചെന്ന് നിർത്താറായിരിക്കും നോക്കി മണിക്കിണറിൻ്റെ അവിടെ താമരക്കണ്ണി കൽപ്പകവൃക്ഷമൊക്കെ കണ്ടു. നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി അമ്മേനെ ഭഗവതീനെ ദർശിച്ചു. അതും കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അവിടുത്തെ എത്തി. അതും കഴിഞ്ഞ് നമ്മൾ പടിഞ്ഞാറെ ഗോപുരം വഴി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാവർക്കും കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.